ഇന്ന് കോഴിക്കോട് മാനാഞ്ചിറയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ഞങ്ങൾ സരോവരം ബയോ പാർക്കിൽ പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. പലപ്പോഴും അവിടുത്തെ പല ദൃശ്യങ്ങളും വേദനിപ്പിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മളിപ്പോ പുരോഗമനവും നവോത്ഥാനവും ഒക്കെ പറയുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ പോലും ചെറിയ ചെറിയ കുട്ടികൾ പാർക്കുകളിൽ വന്നിട്ട് കാണിക്കുന്ന വൃത്തികേടുകൾ, അതിനെതിരെ കണ്ണടയ്ക്കുന്ന നമ്മുടെ നാട്, അതൊക്കെ ഇനിയിപ്പോ പ്രതികരിച്ചാൽ അവര് സദാചാരവാദികളായി മാറുന്ന അവസ്ഥ. ആളുകൾ പ്രതികരിക്കുമ്പോൾ ചിലപ്പോൾ അവരെ നമ്മൾ സദാചാരവാദികളാക്കാറുണ്ട്. എന്ത് തന്നെയായാലും ഞാനും എൻ്റെ മകളും കൂടി ഒക്കെയുള്ള ഒരു സരോവരത്തിലേക്കുള്ള യാത്രയിലൊക്കെ എനിക്ക് പലപ്പോഴും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അതിപ്പോ ഒരു പബ്ലിക് സ്പേസിൽ വന്നിട്ട് കാണിക്കേണ്ട സാധനങ്ങളൊന്നും അല്ല കുട്ടികൾ അവിടെ നിന്ന് കാണിക്കാറുള്ളത്. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ അവിടെ നിയന്ത്രണങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. സരോവരത്തിൽ പൊതുവെ അങ്ങനെയില്ല. പ്രത്യേകിച്ച് അത് അങ്ങനെയുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം സരോവരം എന്ന് പറയുന്നത്. അവിടെ അത്രയും വൃത്തികേടായിട്ടാണ് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഇടകലർന്നിരുന്ന് വളരെ പബ്ലിക് സ്പേസിൽ കാണിക്കാൻ പാടില്ലാത്ത പലതും അവിടെ ഇരുന്ന് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റുകയില്ല. അപ്പൊ ഇന്ന് ഞാൻ അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ് വന്നത്. മാനാഞ്ചിറ സ്ക്വയറിൽ പൊതുവെ അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു രീതിയും അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ കാണിക്കാൻ പാടില്ലാത്തത് അവിടെ നിന്ന് ആരെങ്കിലും കാണിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ഉള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും ഞാൻ എൻ്റെ മകളും അനിയത്തിയും ഒക്കെ ആയിട്ട് കയറി വരുമ്പോൾ കാണേണ്ട കാഴ്ചയല്ല കണ്ടത്. വളരെ മോശമായിട്ട് ഒരു പബ്ലിക് സ്പേസിൽ ഇരുന്നു കൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കാണിക്കുന്ന വൃത്തികേടുകൾക്ക് സാക്ഷിയാവേണ്ടി വന്നു. പുതിയ തലമുറയെ കുറിച്ച് എനിക്ക് വളരെ ബഹുമാനമാണ്. അവർക്ക് പരസ്പരം ലിംഗവ്യത്യാസമില്ലാതെ റെസ്പെക്റ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മുടെയൊക്കെ കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നഴ്സിംഗ് കോളേജിലെ, കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരു കുട്ടിയെ, അവരുടെ സഹപാഠിയെ തന്നെ ക്രൂരമായിട്ട് റാഗിങ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടത്. സത്യം പറഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു വീഡിയോ അല്ല. നമുക്ക് നെഞ്ച് പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുക. ശരീരം മുഴുവൻ വേദനിപ്പിച്ച് ആ കുട്ടിയെ കെട്ടിയിട്ടുകൊണ്ട് സിനിമയിലൊക്കെ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ എന്താ പറയാ, നമ്മുടെയൊക്കെ കുട്ടികൾ അനുഭവിക്കുന്ന സാഹചര്യം കോളേജിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ് എന്ന് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, അമ്മമാരെ കൊല്ലുക, അച്ഛന്മാരെ കഴുത്ത് വെട്ടിക്കൊല്ലുക, പിന്നെ കൊന്നു കഴിഞ്ഞിട്ട് എന്നെ ജനിപ്പിച്ചതിനുള്ള എന്താ പറയാ കൂലിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമാരെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഈ ഒരു 2025 തന്നെ എത്രമാത്രം കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒട്ടും നമ്മുടെ പുതിയ ജനറേഷനിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നവരുണ്ട്. അവരെ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ അവരുമായിട്ട് ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പോലെയുള്ള ഒരു മനുഷ്യനെ ഇത്രത്തോളം ഉപദ്രവിക്കാൻ ഒരു കുട്ടിക്ക് സാധിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലും ഉപദ്രവിക്കാനുള്ള ഒരു മാനസിക തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയാണ്. പുതിയ തലമുറയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം എന്ന നിലയിൽ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സുഹൃത്തുക്കളായി കണ്ടുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ അവരെവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് ഒന്ന് ചോദിക്കാനും പറയാനും ഒക്കെയുള്ള, അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നൊക്കെ പറയാനുള്ള ഒരു മാനസികാവസ്ഥ മാതാപിതാക്കൾക്ക് ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ. കാരണം അന്ന് ആ റാഗിങ് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ അനുഭവിച്ച കുട്ടിയുടെ പേരൻസ് പോലും കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മളോട് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യം പോലും നമ്മുടെ കുട്ടികൾക്കും നമ്മളും തമ്മിൽ ഉണ്ട് എന്ന അവസ്ഥ അപകടകരമാണ്. ഇവിടെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ചുറ്റുപാട് അറിയുന്നതും ഭീകരമായ അവസ്ഥയാണ്. നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട
പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഇത്തരത്തിൽ നശിച്ചു പോകുന്നത് സങ്കടകരമായ അവസ്ഥയായതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുക. വളരെ മികച്ച ജനറേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് എന്ന വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. കുട്ടികളെ നിങ്ങൾ അതൊന്നും തെറ്റിക്കാതെ നല്ല പോലെ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.